നമസ്കാരം. പ്രധാന വാർത്തകൾ. വാക്കും പ്രവൃത്തിയും രണ്ടായാൽ ചെങ്കൊടി പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. IAS IPS ബ്യൂറോക്രസിയുടെ തല വളരുമ്പോൾ ജനമെന്ന ഉടൽ ശോഷിക്കുന്നു. പാലക്കാട്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനം. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃമാറ്റത്തിൽ പരിഹാസവുമായി ബിനോയ് വിശ്വം. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ടുമാത്രം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. സേവ് CPI രാഷ്ട്രീയ തമാശയെന്നും ബിനോയ് വിശ്വം. 4.68 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞതായി മന്ത്രി GR അനിൽ. കർഷകർക്ക് തുക നൽകാൻ തടസ്സമാകുന്നത് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നതിലെ കാലതാമസം. നെല്ലറയിൽ ഒന്നാം വിളയൊരുക്കം പ്രതിസന്ധിയിൽ. നെല്ലിന്റെ സംഭരണ വില ലഭിക്കാത്തത് സാമ്പത്തിക തിരിച്ചടിയായി. കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനം കൂടിയെത്തിയതോടെ കാർഷിക മേഖലയിൽ മ്ലാനത. കാഴ്ചവിരുന്നായി മുളയങ്കാവ് കാളവേല. ദൃശ്യവിസ്മയം ആസ്വദിക്കാനെത്തിയത് ആയിരങ്ങൾ. അപൂർവതയായി ഇരുനിലംകോട് ചന്ദ്ര പൊങ്കാല. നിറനിലാവിൽ പൊങ്കാലയർപ്പിച്ച വിശ്വാസികൾക്ക് ആത്മസായുജ്യം. ഭാരതപ്പുഴയിലെ പറളി തടയണയിൽ വെള്ളത്തിന് നിറം മാറ്റവും ദുർഗന്ധവും. പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലേക്കും കുടിവെള്ള വിതരണം തടയണയിൽ നിന്ന്. അഴുക്കുവെള്ളം വിതരണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായി BJP. പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും BJP മെമ്പർമാർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. കുളച്ചണ്ടി ചീഞ്ഞ് താഴ്ന്നതാണ് ദുർഗന്ധത്തിന് കാരണമെന്ന് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചെന്നും അധികൃതർ. ദേശീയ പണിമുടക്ക് തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് മുൻ മന്ത്രി AK ബാലൻ. ഗ്രാമീണ മേഖല തകർന്നടിയുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം മുതലാളിത്ത വളർച്ച. പാലക്കാട്ട് കേരള ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം. കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർക്ക് പിന്നാലെ VR കൃഷ്ണൻ എഴുത്തച്ഛനെയും ഏറ്റെടുക്കാനുള്ള നീക്കവുമായി BJP. VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ 21ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ തൃശൂർ അവണിശ്ശേരിയിലെ വീട്ടിൽ BJP അനുസ്മരണ പരിപാടി നടത്തി. മരണം വരെ കോൺഗ്രസുകാരനായിരുന്ന കൃഷ്ണൻ എഴുത്തച്ഛനെ BJP അനുസ്മരിച്ചത് മകൻ BJPയിൽ ചേർന്നതിൻ്റെ ചുവട് പിടിച്ചു. വാർത്തകൾ വിശദമായി. വാക്കും പ്രവൃത്തിയും രണ്ടായാൽ ചെങ്കൊടി പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. IAS IPS ബ്യൂറോക്രസിയുടെ തല വളരുകയും ജനമെന്ന ഉടൽ ശോഷിക്കുകയുമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. പാലക്കാട്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. നാനാതരത്തിൽ LDFനെതിരായ നീക്കം നടക്കുന്നുണ്ട്. ദേശീയ സമ്പത്ത് പങ്കുവെക്കുന്നതിൽ മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുകയാണ്. LDFിൽ നിന്നുകൊണ്ട് തന്നെ അവകാശങ്ങൾ ചോദിക്കാനും തെറ്റുകളെ വിമർശിക്കാനും മടിക്കില്ല. എന്നാൽ LDFനെ തകർക്കുന്ന ഒരു നിലപാടും സ്വീകരിക്കില്ല. ബ്യൂറോക്രസിയുടെ തല വലുതാകുകയും ജനമെന്ന ഉടൽ ശോഷിക്കുകയുമാണ്. ഈ സാഹചര്യം ഉരുത്തിരിയുന്നതിൽ ജീവനക്കാർക്ക് പങ്കുണ്ട്. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം വാക്കുകളുടേതല്ല, നിലപാടുകളുടേതാണ്. ജനമാണ് വലുതെന്ന നിലപാടാണ് ഇടതുപക്ഷത്തിൻ്റേത്. അഴിമതിരഹിത സാമൂഹിക പ്രതിബദ്ധത സിവിൽ സർവീസ് എന്ന ജോയിന്റ് കൗൺസിലിൻ്റെ മുദ്രാവാക്യം ഏറെ പ്രസക്തമാണ്. ജനങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശയും ജീവനക്കാരിലാണെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടാകണം. യുദ്ധവേളയിലും ശേഷവും പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞില്ല. ട്രംപിൻ്റെ വാദം ശരിയോ തെറ്റോ എന്ന് പറയാൻ വാക്കും നെഞ്ഞളവുമില്ലെങ്കിൽ എന്ത് ധൈര്യമാണ് മോദിക്കുള്ളതെന്നും ബിനോയ് വിശ്വം ചോദിച്ചു. ഇന്ന് ആരംഭിച്ചതല്ല, ഇന്നലെയുമല്ല ആരംഭിച്ചത്. നാളെ അത് ഇതുപോലെ പോയാൽ തടച്ചു വളർന്നേക്കാം. പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ടാണ് അഴിമതിക്ക് ഇത്രയധികം തടച്ചു വളരാൻ അവസരമുണ്ടാകുന്നതെന്ന്. അതിനെപ്പറ്റി ബോധ്യമുള്ള സംഘടനയാണ് ജോയിന്റ് കൗൺസിലെന്ന് നിങ്ങൾക്കും എനിക്ക് പറയാം. അഴിമതി ഒരു വലിയ സാമൂഹ്യ വിപത്താണ്. ക്യാൻസർ എന്നൊക്കെ വിളിച്ചാൽ ആലങ്കാരികമല്ല അത്. ആ ക്യാൻസർ എല്ലാ രംഗത്തും പിടിപെടുക്കുന്നുണ്ട്. ആ പഴയ പഴഞ്ചൊല്ല് നമുക്ക് മറക്കാൻ പറ്റില്ല. ആ പഴഞ്ചൊല്ല് പറഞ്ഞു, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളണമെന്ന്. അത് പണ്ട് പഴഞ്ചൊല്ലായിരുന്നു. ഇന്ന് മുതലാളിത്തവരുടെ എല്ലാ സീലകളും ലംഘിച്ചുകൊണ്ട് നാടിൻ്റെ പിടിപെടുക്കുമ്പോൾ ആ പഴഞ്ചൊല്ല് കേവലമായ പഴഞ്ചൊല്ല് അല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. AIT ചെയർമാൻ KP ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. മന്ത്രി GR അനിൽ, CPI സംസ്ഥാന കമ്മിറ്റി അംഗം V ചാമുണ്ണി, AKSTU സംസ്ഥാന സെക്രട്ടറി OK ജയകൃഷ്ണൻ, AIYF സെക്രട്ടറി TT ജിസ്മോൻ,
ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി ജയശ്ചന്ദ്രൻ ഇലങ്കത്ത്, ട്രഷറർ PS സന്തോഷ് കുമാർ, MC ഗംഗാധരൻ, K മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന കോൺഗ്രസ് നേതൃമാറ്റത്തിൽ പരിഹാസവുമായി ബിനോയ് വിശ്വം. തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് മാത്രം കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്ന് ബിനോയ് വിശ്വം പാലക്കാട്ട് പറഞ്ഞു. നയവ്യതിയാനം സംഭവിച്ചതാണ് കോൺഗ്രസിന്റെ പ്രശ്നമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഗാന്ധി നെഹ്റു ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചത് കോൺഗ്രസിന് തിരിച്ചടിയായി. വലതുപക്ഷ നയങ്ങളാണ് നടപ്പാക്കുന്നത്. തലകൾ മാറിയതുകൊണ്ട് കാര്യമില്ലെന്ന് തെളിഞ്ഞു. അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് കോൺഗ്രസിനുള്ളത്. തൊലിപ്പുറത്തുള്ള ചികിത്സ കൊണ്ട് മാത്രം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. കോൺഗ്രസിനെ കാത്തിരിക്കുന്നത് വൻ പരാജയമാണ്. നിങ്ങൾ എക്സിന് പകരം വയ്യെ കൊണ്ടുവന്നാൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ രക്ഷ കോൺഗ്രസിൻ്റെ നയമാറ്റമാണ്. അതിൻ്റെ കാതൽ ഇടതുപക്ഷ വിരോധത്തിൻ്റെ ഈ രാഷ്ട്രീയം അവർ മാറ്റിയാലേ പറ്റുള്ളൂ. അല്ലാതെ ഈ പോക്ക് പോയിട്ട് ഒരാളെ മാറ്റിയിട്ട് അപ്പം ഇതൊരു തമാശ കഥയല്ലേ. ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറഞ്ഞു, പഴയ കുട്ടിക്കഥയുണ്ട്. ഞാനെല്ലാം കുട്ടിക്കാലത്ത് എൻ്റെ മക്കളുടെ കുട്ടിക്കാലത്ത് അവർക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കഥയാണ് തലമാറട്ടെ എന്ന കഥ. തലമാറട്ടെ, കുഞ്ഞുങ്ങളൊക്കെ അത് അന്ന് വായിച്ച് കേട്ട് ആസ്വദിച്ച കഥയാണ്. ഇപ്പോഴത് കോൺഗ്രസ് പറയുക തലമാറിയപ്പോഴോ പ്രശ്നമെല്ലാം ബാക്കിയെന്ന് പറയാൻ പോരാ, അതുകൊണ്ട് രൂക്ഷമായി. കേവലമായ തലമാറ്റം കൊണ്ട് മാത്രം തീർക്കാനാകാത്ത വിധത്തിലുള്ള ഗുരുതര പ്രശ്നമാണ് കേരളത്തിലെ കോൺഗ്രസിന് അടിമുടി പിടിച്ചു കൊടുക്കുന്നത്. നിരവധി ഒഴിവുകളാണ് സർക്കാർ വകുപ്പുകളിലുള്ളത്. ഇത് നികത്തുന്നില്ല. ഇത് ശരിയായ നിലപാടല്ല. IAS IPS തലപ്പത്ത് വലിയ തലകളാണുള്ളത്. ഇവർക്ക് മാത്രമാണ് പ്രാധാന്യം ലഭിക്കുന്നത്. ഇത് ജനാധിപത്യത്തിന് ചേർന്നതല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. സേവ് CPI രാഷ്ട്രീയ തമാശയാണ്. തെറ്റിദ്ധരുത്തി ആര് വന്നാലും സ്വീകരിക്കുമെന്നും ബിനോയ് വിശ്വം പാലക്കാട്ട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പറളിപ്പുഴയിലെ തടയണയിലെ വെള്ളത്തിന് നിറം മാറ്റവും അസഹ്യമായ ദുർഗന്ധവും. പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും കുടിവെള്ളമായി ഉപയോഗിക്കുന്നത് ഈ പുഴയിലെ വെള്ളമാണ്. പ്രതിഷേധവുമായി പറളി ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷക്കാരായ BJP അംഗങ്ങൾ രംഗത്തെത്തി. പറളി കടവത്തെ പുഴപ്പാലത്തിനടിയിലെ തടയണയിലെ വെള്ളമാണ് കറുപ്പ് നിറമായിട്ടുള്ളത്. വെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധമാണ്. പാലത്തിൽ കൂടി യാത്ര ചെയ്യുന്നവർ പോലും മൂക്കുപൊത്തിയാണ് കടന്നുപോകുന്നത്. ഈ തടയണയുടെ 100 മീറ്റർ അകലെയാണ് പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് ഹൗസ് പ്രവർത്തിക്കുന്നത്. പുഴവെള്ളത്തിന്റെ ദുർഗന്ധവും നിറം മാറ്റവും രോഗം പടർന്നു പിടിക്കാൻ കാരണമാകുമോ എന്ന ആശങ്കയുണ്ടെന്നും പഞ്ചായത്ത് ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്നും പഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ്, നാരായണൻ, ബിന്ദു ലക്ഷ്മണൻ എന്നിവർ പറഞ്ഞു. ജനങ്ങൾക്ക് റോഡിൽ കൂടെ പോകുന്ന ജനങ്ങൾക്കും കൂടി ഈ വെള്ളത്തിൻ്റെ മണം എല്ലാവർക്കും അത് അറിയാവുന്ന ഒരു കാര്യമാണ്. പഞ്ചായത്ത് സെക്രട്ടറി വന്ന് നോക്കിപ്പോയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് യാതൊരു നടപടിയും ഇതിനെടുത്തിട്ടില്ല. ഈ പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് കുടിക്കുന്ന വെള്ളം കൂടെ ഈ നാറിയ വെള്ളമാണ്. ഈ വെള്ളം ഒന്ന് പരിശോധിക്കാനോ വെള്ളത്തിൽ എന്താണ് ഈ പുഴയിൽ വെള്ളത്തിൻ്റെ എന്താണ് കുഴപ്പമെന്ന് നോക്കാനോ നമ്മുടെ ഈ പഞ്ചായത്തിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. 900 കുടിവെള്ള കണക്ഷനാണുണ്ട്. ഭാരതപ്പുഴയിൽ അതിൻ്റെ മോട്ടോർ സംവിധാനങ്ങളെല്ലാം ഉള്ളത് ഭാരതപ്പുഴയിൽ നിന്ന് വെള്ളമടിക്കുന്നതാണ്. ആ പുഴയിലേക്ക് കൽപ്പാത്തി പുഴയിൽ നിന്ന് വരുന്ന ഭാഗത്ത് പറളിക്കടവത്തിൻ്റെ താഴെയായിട്ട് വെള്ളം വളരെ ആ റോട്ടിൽ കൂടി പോകുമ്പോൾ കൂടി മേലേക്ക് വരെ നാറ്റം അടിച്ച് കിടക്കുകയാണ്. കുളവാഴ പൊങ്ങി അത് വൃത്തിയാക്കാനോ അത് വൃത്തിയാക്കുന്ന പരിപാടികളോ അതൊന്നും നടക്കുന്നില്ല. ഈ നാറുന്ന വെള്ളമാണ് ജനങ്ങൾക്ക് അടിച്ചു കൊടുക്കുന്നത്. അതും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പൈപ്പ് പൊട്ടിയിട്ട് അതുമില്ല. സാമ്പത്തിക വർഷത്തിൽ സെക്രട്ടറി നടപ്പിലാക്കേണ്ട ഒരു 6-7 പ്രോജക്റ്റുകളുണ്ടായിരുന്നു. ഒരു പ്രോജക്റ്റ് പോലും ഇതുവരെ സെക്രട്ടറി നടപ്പിലാക്കിയിട്ടില്ല. മീറ്റിംഗ് ഹാൾ നവീകരണം, വനിതാ ജിംനേഷ്യം, പഞ്ചായത്ത് കുടിവെള്ള പദ്ധതിക്ക് മോട്ടോർ വാങ്ങൽ, പഞ്ചായത്ത് ഓഫീസ് നവീകരണം, ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങൽ, കൂത്തുങ്കൽ അംഗനവാടിക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ ഇങ്ങനെയുള്ള 6 പ്രോജക്റ്റിൻ്റെ സെക്രട്ടറി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പറളി തടയണയിലെ വെള്ളത്തിന് നിറം മാറ്റം അടിയന്തരമായി ഇടപെട്ടിട്ടുണ്ടെന്നും BJPക്കാരായ പഞ്ചായത്ത് അംഗങ്ങൾക്ക് എല്ലാം അറിഞ്ഞിട്ടും മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രേണുകാദേവി പറഞ്ഞു. മുണ്ടൂർ IRTCയിൽ പരിശോധന നടത്തിയതിൽ കുളച്ചണ്ടി ചീഞ്ഞ് താഴ്ന്നതാണ് റിപ്പോർട്ടിലുള്ളതെന്നും പ്രസിഡന്റ് പറഞ്ഞു. കടവത്തെ തടയണയിലെ വെള്ളത്തിന് നിറം മാറ്റം സംബന്ധിച്ച് അടിയന്തരമായി കളക്ടറെയും ജലപരിശോധനാ വിഭാഗത്തെയും അറിയിച്ച് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും BJPക്കാരായ പഞ്ചായത്ത് അംഗങ്ങൾക്ക്
കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ രേണുകാദേവി, വികസനകാര്യ ചെയർമാൻ മോഹൻരാജ് എന്നിവർ പറഞ്ഞു. പുഴപ്പാലത്തിന്റെ താഴെ തടയണയിൽ വ്യാപകമായി ഒഴുകിയെത്തിയ കുളച്ചണ്ടി ചീഞ്ഞളിഞ്ഞാണ് വെള്ളത്തിന് ദുർഗന്ധമുണ്ടാകാൻ കാരണമെന്നും പറളി തടയണയിലെ കുളച്ചണ്ടി ഒഴുക്കിവിടാൻ മലമ്പുഴ ഡാമിൽ നിന്നും പുഴയിലേക്ക് വെള്ളം തുറന്നുവിടാൻ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും പറളി തടയണയിലെ നിറം മാറ്റം വന്ന വെള്ളം മുണ്ടൂർ IRTCയിൽ പരിശോധന നടത്തിയതാണെന്നും ആ പരിശോധനയിലാണ് കുളച്ചണ്ടി ചീഞ്ഞതാണെന്ന റിപ്പോർട്ട് ലഭിച്ചതെന്നും ഭയപ്പെടാനൊന്നുമില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു. കെട്ടി നിന്നിട്ട് ഭയങ്കര സ്മെല്ല് വരുന്നു എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ പറളിയിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറളിയിലെ പുഴയിലെ വെള്ളം എടുത്ത് IRTCയിൽ ടെസ്റ്റിന് കൊടുത്തു. ടെസ്റ്റ് നടപടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വെള്ളത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഇനി തുടർ നടപടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും കലക്ടറുമായിട്ടും എല്ലാം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരുന്നു. ഇപ്പോൾ അടിയന്തരമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കലക്ടറുമായി പോയി കണ്ട് മലമ്പുഴ ഡാം ഒന്ന് തുറന്നു കിട്ടിയാൽ നമുക്കത് വെള്ളം ഒന്ന് അവിടെ നിന്ന് കെട്ടി നിൽക്കുന്ന വെള്ളം ഒന്ന് പോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അടിയന്തരമായിട്ട് തന്നെ നമ്മൾ കലക്ടറെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും തുടർ നടപടികളെല്ലാം നിലവിൽ നടന്നുകൊണ്ട് വരുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 4.68 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞതായി മന്ത്രി GR അനിൽ. കേന്ദ്രം തുക അനുവദിക്കുന്നതിലെ കാലതാമസമാണ് കർഷകർക്ക് വില നൽകാൻ തടസ്സമാകുന്നതെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇനി നെല്ല് സംഭരണം ബാക്കിയുള്ളതെന്ന് മന്ത്രി GR അനിൽ പറഞ്ഞു. കേന്ദ്രം തുക അനുവദിക്കുന്നതിലെ കാലതാമസമാണ് കർഷകർക്ക് വില നൽകാൻ തടസ്സമാകുന്നത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നെല്ല് സംഭരണം വേഗത്തിലാക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സംഭരണ വില നൽകാനായി വായ്പയ്ക്ക് ശ്രമിക്കാറുണ്ട്. വായ്പ ശരിയാവുന്ന മുറയ്ക്ക് സംഭരണ വില വിതരണം ചെയ്യും. വെള്ള, മട്ട എന്നീ വ്യത്യാസമില്ലാതെ സംഭരിക്കണമെന്നതാണ് സർക്കാർ താൽപ്പര്യം. എന്നാൽ FCI മാനദണ്ഡം തടസ്സമാവുകയാണെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. മാർച്ച് 31 വരെ സംഭരിച്ച നെല്ലിൻ്റെ പണം പാലക്കാട് ജില്ലയിൽ 12/5/25 വരെ ഞാൻ വന്നു പോയതിന് ശേഷം 1,20,911 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. ഇപ്പം മാർച്ച് 31 വരെയുള്ള പണം കൊടുക്കാനുള്ള നടപടികൾ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ബാക്കി വരുന്ന തുക കണക്ക് നോക്കിയാൽ കേരളത്തിൽ ഒട്ടാകെ എടുത്താൽ നമുക്ക് 1326.67 കോടി രൂപയുടെ നെല്ലാണ് മൊത്തം വില. അതിൽ 579.13 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. കേരളത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വ്യവസ്ഥയ്ക്കനുസരിച്ച് നമുക്ക് നെല്ല് സംഭരിക്കാൻ പറ്റൂ. ആ വ്യവസ്ഥ അനുസരിച്ച് നെല്ല് സംഭരിക്കുമ്പോൾ കിഴിവിനെ സംബന്ധിച്ച് അവർ പറയുന്നില്ല. നമ്മൾ കിഴിവ് കൊടുത്താൽ ചില മില്ലുകൾ ചില സീസണിൽ ചില പാടങ്ങളിൽ പതിര് കൂടുമ്പോൾ എടുക്കാൻ കഴിയും. അതുകൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി അല്ലാതെ ഇപ്പം കുട്ടനാട് ഭാഗത്ത് നെല്ല് സംഭരണത്തിൽ നമുക്ക് എടുക്കാൻ കഴിയാത്ത അവസ്ഥ വന്നല്ലോ. പതിര് കൂടുതലായിരുന്നു. ഉപ്പുവെള്ളം കയറിയപ്പോൾ പതിര് കൂടുതലായി. ആ പതിര് കൂടുതൽ വന്നപ്പോൾ നെല്ല് എടുക്കാൻ ഒരു മില്ലുകാരും തയ്യാറായില്ല. അത് കൃഷിമന്ത്രിയും ധനമന്ത്രിയും ഞങ്ങളെല്ലാം കൂടെ ചർച്ച ചെയ്ത് അത് നേരിട്ട് കൃഷി വകുപ്പ് സംഭരിച്ച് അതിൻ്റെ നഷ്ടം കർഷകർക്ക് കൊടുക്കുക, അല്ലാതെ നെല്ല് പ്രോസസ്സ് ചെയ്ത് അരിയാക്കാൻ കഴിയില്ല. അപ്പോൾ ആ വ്യവസ്ഥ കേന്ദ്ര ഗവൺമെൻറ് പറയുന്ന FCI പാലിക്കണമെന്ന് പറയുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ചേ നെല്ല് സംഭരിക്കാൻ പറ്റൂ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ലറയിൽ ഒന്നാം വിളയൊരുക്കം പ്രതിസന്ധിയിൽ. രണ്ടാം വിള നെല്ലുവില വിതരണം വൈകുന്നതാണ് ഒന്നാം വിള ഒരുക്കത്തിന് തിരിച്ചടിയായത്. പാലക്കാട് ജില്ലയിൽ മാത്രം 100 കണക്കിന് കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. വേനൽ മഴ ലഭിച്ചതോടെ വിളയിറക്കാനായി പാടങ്ങൾ ഉഴുത് തയ്യാറാക്കി തുടങ്ങിയെങ്കിലും കൃഷിച്ചെലവിനുള്ള പണം കണ്ടെത്താൻ നെട്ടോട്ടത്തിലാണ് കർഷകർ. വയൽ ഉഴുതുമറിക്കുന്നതിനും വരമ്പുകൾ ബലപ്പെടുത്തുന്നതിനുമെല്ലാം പണം കണ്ടെത്തണം. 1 കിലോ നെൽവിത്തിന് 40 മുതൽ 45 രൂപ വരെയാണ് വില. 1 ഏക്കറിന് 30 കിലോ നെൽവിത്തെങ്കിലും വേണം. രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ വില വിതരണം വൈകുന്നതാണ് കർഷകരെ സാമ്പത്തികമായി ഞെരുക്കുന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രം 100 കണക്കിന് കർഷകരാണ് പ്രതിസന്ധി നേരിടുന്നത്. ജില്ലയിൽ മാർച്ച് 31 വരെ അംഗീകരിച്ച PRSൽ നെല്ലുവില നൽകിയാൽ പോലും 11,364 കൃഷിക്കാർക്കാണ് തുക ലഭിക്കുക. മാർച്ച് 15 ശേഷം അംഗീകരിച്ച PRSകളിൽ SBI മുഖേന മാത്രമേ വില വിതരണത്തിന് നടപടിയായിട്ടുള്ളൂ. കനറ ബാങ്കിൽ അക്കൗണ്ടുള്ള കൃഷിക്കാർക്ക് തുക വിതരണം ആരംഭിച്ചിട്ടില്ല. രണ്ടാം വിളയിൽ
52,000-ൽ പരം കൃഷിക്കാരിൽ നിന്നാണ് നെല്ലെടുത്തിട്ടുള്ളത്. ഇതനുസരിച്ച് മാത്രം 40,000-ലേറെ കൃഷിക്കാർക്ക് നെല്ലുവില നൽകാനുണ്ട്. ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്നാണ് പ്രവചനമെന്നതും കർഷകർക്ക് ആശങ്കയാകുന്നു. ഈ മാസം അവസാനത്തോടെ ഞാറ്റടി തയ്യാറാക്കി തുടങ്ങണം. ഇതിനെല്ലാം തുക വേണം. ഇതിനായി നെട്ടോട്ടമോടുകയാണ് കർഷകർ. നേരത്തെ നടത്തിയ അധ്വാനത്തിൻ്റെ പണം കിട്ടാതെ. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കൊടുമുണ്ട പുത്തൻ കവലയിൽ മധ്യവയസ്കനെ വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. 46 വയസ്സുള്ള മച്ചിങ്ങത്തൊടി വീട്ടിൽ അഷറഫ് അലിയാണ് മരിച്ചത്. രാവിലെ പ്രദേശവാസികളാണ് അഷറഫ് അലി അബോധാവസ്ഥയിൽ വീട്ടുമുറ്റത്ത് കിടക്കുന്നത് കണ്ടത്. സിറ്റൗട്ടിൽ രക്തം തളം കെട്ടിക്കിടക്കുന്നതും കണ്ടെത്തി. വിവരമറിയിച്ചതിനെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. പിന്നീടാണ് അഷറഫ് അലി മരിച്ചെന്ന് സ്ഥിരീകരിച്ചത്. അഷറഫ് അലിക്ക് അസുഖങ്ങൾ ഉള്ളതായാണ് വിവരം. രക്തം ഛർദ്ദിച്ചതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. പട്ടാമ്പി പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദേശീയ പണിമുടക്ക് തൊഴിലാളികളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണെന്ന് കേരള ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK ബാലൻ. പാലക്കാട്ട് എംപ്ലോയീസ് അസോസിയേഷൻ CITU സംസ്ഥാന പ്രവർത്തക സമിതി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AK ബാലൻ. ഗ്രാമീണ മേഖല തകർന്നടിയുമ്പോഴും മുതലാളിത്ത വളർച്ചയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും AK ബാലൻ ആരോപിച്ചു. ദരിദ്ര രാജ്യ പട്ടികയിൽ ഇന്ത്യയെ അവസാനത്തിലേക്ക് തള്ളിവിട്ടതാണ് മോദി സർക്കാരിൻ്റെ നേട്ടം. കോർപ്പറേറ്റ് വളർച്ചയെ അടിസ്ഥാനമാക്കിയാണ് NDA മുന്നണി വാചാലരാകുന്നത്. രാജ്യത്ത് 45% പേർ ഇന്നും ചേരിയിൽ വസിക്കുന്നവരാണെന്ന യാഥാർത്ഥ്യവും അവരുടെ ക്ഷേമവുമാണ് ഇടതു രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം. രാജ്യത്തെ ലേബർ കോഡ് സൃഷ്ടിക്കുന്നത് തന്നെ തൊഴിലും തൊഴിൽ സുരക്ഷിതത്വവും ഇല്ലാതാക്കാനാണെന്നും AK ബാലൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മോഡി ഗവൺമെൻറ്, രണ്ടാം മോഡി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഈ നിയമം കൊണ്ടുവന്നത്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിൻ്റെതുണ്ടായി. ലേബർ വകുപ്പിൻ്റെ കീഴിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഈ നിയമം റഫർ ചെയ്തു. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പ്രതിപക്ഷം പറഞ്ഞ ഒരു ഭേദഗതി പോലും അംഗീകരിക്കാതെ ആ നിയമം പൈലറ്റ് ചെയ്യുമ്പോൾ എന്താണോ ആ നിയമത്തിൽ ഉണ്ടായിരുന്നത് അണുവിട വ്യത്യാസമില്ലാതെയാണ് പാസ്സാക്കിയത്. KBEA മുൻ പ്രസിഡന്റ് RS മധു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ബിജുമോൻ, M ബീന, AV സാജു, T ബൈജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ജബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ യാത്രയ്ക്ക് ചേലക്കര മണ്ഡലത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം മുൻ MLAയും UDF ജില്ലാ ചെയർമാനുമായ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VK നിർമ്മല അധ്യക്ഷത വഹിച്ചു. മുൻ MP രമ്യ ഹരിദാസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബീന സന്തോഷ്, കോൺഗ്രസ് നേതാക്കളായ A പ്രസാദ്, MP വിൻസെന്റ്, E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, വിനോദ് പന്തലാടി, ഗീത ഉണ്ണീഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സഫലമാക്കിടാം നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻകിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടാം. അവിടെ അന്തിയുറങ്ങുന്ന ധീരദേശാഭിമാനികൾക്ക് മഹിളാ കോൺഗ്രസ് കൊടുക്കുന്ന വാക്കാണ്. രാജ്ഘട്ടിൽ അന്തിയുറങ്ങുന്ന മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ധീരനായ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ആ മനുഷ്യനോട്. യോഗത്തിൽ വാദ്യകലാകാരന്മാരായ കിഷോർ, മിഥുല എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർക്കു പിന്നാലെ VR കൃഷ്ണൻ എഴുത്തച്ഛനെയും ഏറ്റെടുക്കാനുള്ള നീക്കവുമായി BJP. സ്വാതന്ത്ര്യ സമര സേനാനിയും ഖാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളുമായ VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ 21ാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് BJP അദ്ദേഹത്തിൻ്റെ
അവണിശ്ശേരിയിലെ വീട്ടിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യ സമര സേനാനി, തിരുക്കൊച്ചി നിയമസഭാ സാമാജികൻ, ഖാദി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ, സർവോപരി ലീഡർ കെ കരുണാകരൻ്റെ രാഷ്ട്രീയ ഗുരു, വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ മരണം വരെ അടിമുടി കോൺഗ്രസ്സുകാരനായിരുന്നു വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. എന്നാൽ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് BJPയിൽ എത്തിയതിൻ്റെ ചുവട് പിടിച്ചാണ് BJP അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിൽ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പൊതുയോഗവും നടത്തി. വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ തങ്ങൾക്ക് വികാരമാണ്. അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് രാഷ്ട്രീയമല്ലെന്നും പാരമ്പര്യത്തെ ഓർത്തെടുക്കലാണെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വാക്കുകളുണ്ട്. അത് ഞങ്ങളുടെ സ്മരണയായിട്ട് ഞങ്ങൾ നിത്യവും ജപിക്കുന്നുണ്ട്. എല്ലാ ഓഫീസുകളിലും, RSSൻ്റെ ഓഫീസാകട്ടെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓഫീസാകട്ടെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ ഫോട്ടോയുണ്ട്. ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ ഇത് ഉണ്ടോ? ഇങ്ങനെയുള്ള ആളുകളുണ്ടോ? ചട്ടമ്പി സ്വാമികൾ, നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിച്ച മഹാരഥന്മാരെ ഞങ്ങൾ കൂടുതൽ സ്മരിക്കുകയും ഞങ്ങൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് BJP രാഷ്ട്രീയം കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മൺമറഞ്ഞു പോയ നല്ല കോൺഗ്രസിൻ്റെ ദേശാഭിമാനികളായിട്ടുള്ള ആളുകളെ സ്വന്തം പാർട്ടിയിലെ യുവതലമുറയ്ക്ക് കുറേ കൂടുതൽ പരിചയപ്പെടുത്താൻ ഈ പ്രസ്ഥാനത്തിനകത്തെ ആളുകൾ തീരുമാനമെടുത്താൽ അത് പ്രസ്ഥാനത്തിന് നല്ലതായിരിക്കും എന്ന് മാത്രമേ എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. BJP ആദ്യമായാണ് വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ അനുസ്മരണം സംഘടിപ്പിക്കുന്നത്. കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ മകൻ ജയഗോവിന്ദനും കുടുംബവും മുമ്പ് BJPയിൽ ചേർന്നിരുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് ചേർപ്പിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തു. ഇദ്ദേഹമാണ് ഇപ്പോൾ കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ അനുസ്മരണം നടന്നിരുന്നു. KPCC മുൻ പ്രസിഡന്റ് VM സുധീരനാണ് കോൺഗ്രസിൻ്റെ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂരിൽ അനാഥരായ വയോധികരെ പാർപ്പിക്കാൻ നഗരസഭയുടെ അഭയം ഷെൽട്ടർ ഹോം ഒരുങ്ങി. കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. 23-ന് മന്ത്രി MB രാജേഷ് അഭയകേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. അവസാനഘട്ട ഇലക്ട്രിക് ജോലികൾ മാത്രമാണ് കെട്ടിടത്തിൽ അവശേഷിക്കുന്നത്. ഇതുകൂടി പൂർത്തീകരിച്ച് ഈ മാസം 23-ന് ഷൊർണൂർ MLA P. മമ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മന്ത്രി MB രാജേഷ് കെട്ടിടം നാടിന് സമർപ്പിക്കും. 2 കോടി രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 2 നിലകളുള്ള കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ പുരുഷന്മാരെ പാർപ്പിക്കും. മുകളിലെ നിലയിൽ സ്ത്രീകൾക്ക് അഭയമൊരുക്കും. ഒരു മുറിയിൽ 4 പേർക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിലാണ് സജ്ജീകരണം. ശുചിമുറി, വിശ്രമമുറി, ഹാൾ, അടുക്കള എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളുമുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ 125 പേർക്ക് താമസിക്കാവുന്ന സൗകര്യങ്ങളാണ് കെട്ടിടത്തിലുള്ളതെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് 2 കോടി രൂപ ചെലവഴിച്ച് കഴിയുന്ന ഒരു പദ്ധതിയാണ്. കുറച്ചുകൂടി പണം അതിനകത്ത് നീക്കി വെച്ച് കുറെ കൂടി അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്താനുണ്ട്. അത് നമുക്ക് ഈ വർഷം തന്നെ വിപുലപ്പെടുത്തുകയും വളരെ നന്നായിട്ട് തന്നെ ആ ഷെൽട്ടർ ഹോം കൊണ്ടുപോകാൻ സാധിക്കും. ഷൊർണൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വയോജനങ്ങൾ, ഉപേക്ഷിക്കപ്പെട്ട അച്ഛനമ്മമാർ, ഉപേക്ഷിക്കപ്പെട്ടവർ, മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർ ഉൾപ്പെടെ ഉള്ളവർ, താമസിക്കാൻ ഇടമില്ലാത്തവർ, അവരെല്ലാം അവിടെ നമുക്ക് പാർപ്പിക്കാനാകും. അപ്പോൾ നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതി കൂടിയാണ് മെയ് മാസം 23-ന് നമ്മൾ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് രാവിലെ 9:30 മണിക്ക് ആ ചടങ്ങിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. വഴിയരികിൽ ഉപേക്ഷിക്കപ്പെടുന്നവർ, മക്കൾ കൊണ്ടുവിടുന്നവർ, പോലീസ് മുഖേന റോഡരികിൽ നിന്ന് കണ്ടെത്തുന്നവർ എന്നിങ്ങനെ ഏത് രീതിയിലും അവശത അനുഭവിക്കുന്ന വയോധികരെ സംരക്ഷിക്കുകയാണ് അഭയം ഷെൽട്ടർ ഹോമിൻ്റെ ലക്ഷ്യം. പരുത്തിപ്പുറം മഞ്ഞക്കാട് റോഡിൽ ആയുർവേദ ആശുപത്രിക്ക് സമീപത്തുള്ള നഗരസഭയുടെ 7 സെന്റ് സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. MSF തൃത്താല നിയോജക മണ്ഡലം പ്രതിനിധി സമ്മേളനം മേഴത്തൂരിൽ നടന്നു. 550ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. മേഴത്തൂർ റീജൻസി ഓഡിറ്റോറിയത്തിലെ സമ്മേളന നഗരിയിൽ മണ്ഡലം പ്രസിഡന്റ് ഷാക്കിർ കരിമ്പ പതാക ഉയർത്തിയതോടെ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായി. MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലമല്ല, മുസ്ലിം ലീഗ് നിയമസഭാ സാമാജികമായുള്ള മണ്ഡലമല്ല,
ഇവരുടെ പഞ്ചായത്ത് മെമ്പർമാരുടെയോ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെയോ എണ്ണം എടുത്താൽ ഏറ്റവും കൂടുതലൊന്നും ലീഗല്ല. എന്നാൽ ഈ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും ശക്തമായ വിദ്യാർത്ഥി സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമാണ്, അത് MSF ആണ് എന്ന് ഒന്നുകൂടി അടിവരയിടുന്നതാണ് നിങ്ങൾ ഈ സമ്മേളനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തൃത്താല ഗവൺമെന്റ് കോളേജിൽ സംഘടനയ്ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു കാലം തൃത്താലയിൽ വസന്തകാലമായി അടയാളപ്പെടുത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മണ്ഡലം പ്രസിഡന്റ് ഷാക്കീർ കരിമ്പ അധ്യക്ഷത വഹിച്ചു. ആയിഷ മറിയം മുഖ്യപ്രഭാഷണം നടത്തി. PEA സലാം മാസ്റ്റർ, SKM തങ്ങൾ, T അസീസ്, ഷറഫു പിലാക്കൽ, KV മുസ്തഫ, TK ചേക്കുട്ടി, ഷക്കീർ കൊഴിക്കര, TK ഉസാമ, ഷംസുദ്ദീൻ തിരുമിറ്റക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. 550ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൃത്താല നിയോജകമണ്ഡലം MSF സമ്മേളനം 14-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. NCP-S കോങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് നാസർ അത്താപ്പ നയിക്കുന്ന വികസന സന്ദേശയാത്ര പ്രയാണം ആരംഭിച്ചു. സന്ദേശയാത്ര 14-ന് വൈകിട്ട് തച്ചമ്പാറയിൽ സമാപിക്കും. പറളിയിൽ നിന്നും തുടങ്ങിയ ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വികസന സന്ദേശയാത്ര NCP-S സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി ജാഥ ക്യാപ്റ്റൻ നാസർ അത്താപ്പയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK സായി പ്രസാദ് അധ്യക്ഷനായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിച്ചും രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിനായും കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളും കേരളത്തോടുള്ള അവഗണനയും തുറന്നുകാണിച്ചും പുതിയ കാലത്തെ വെല്ലുവിളികളായ രാസലഹരിയുടെയും തീവ്രവാദത്തിന്റെയും ഭവിഷ്യത്തുകൾ പൊതുസമൂഹത്തെ ഉണർത്തിക്കൊണ്ടുമാണ് യാത്ര കടന്നുവരുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി TN ശിവശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ആദ്യ ദിനം മങ്കര, പത്തിരിപ്പാല, മണ്ണൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. മണ്ണൂർ പള്ളിപ്പടയിൽ നടന്ന സ്വീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി വല്ലഭൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചവരെ ഉണ്ടായിരുന്ന ഒരു പ്രാഥമികമായ ചികിത്സ മാത്രം ലഭിച്ചിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു. അതെല്ലാം ഉച്ചതിരിഞ്ഞും ചികിത്സ ലഭിക്കാൻ സാധ്യതയുള്ള രീതിയിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി സാധാരണക്കാരന് ഏറ്റവും ഉപകാരപ്രദമാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, റോഡ് ഉൾപ്പെടെയുള്ള മറ്റ് പശ്ചാത്തല മേഖലകളിൽ ഇത്രയേറെ വികസന പ്രവർത്തനങ്ങൾ നടന്ന മറ്റൊരു കാലഘട്ടമുണ്ട്. ഇത് ഏവർക്കും നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയാവുന്ന കാര്യം. വി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ജാഥ ക്യാപ്റ്റന് ഹാരാർപ്പണം നടത്തി. A+ നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. CPM മണ്ണൂർ ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ, നേതാക്കളായ P മൊയ്തീൻകുട്ടി, ഷൗക്കത്ത് അലി കുളപ്പാടം, മാത്യു മാസ്റ്റർ, ദിവാകരൻ, അബ്ദുൽ നാസർ, PA അബ്ദുള്ള, P അബ്ദുൽ റഹ്മാൻ, മണ്ണൂർ പഞ്ചായത്ത് അംഗം ഷഫീന നജീബ്, അഷ്റഫ് മാസ്റ്റർ, MT സണ്ണി, O മുഹമ്മദ്, മുസ്തഫ കോലാനി, സൈദലവി, യാസിൻ, പ്രേമൻ, അഫ്സൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി SJN നജീബ് സ്വാഗതവും ജാഥ ക്യാപ്റ്റൻ നാസർ അത്താപ്പ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ BRC അധ്യാപക സംഗമം ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് അധ്യാപക സംഗമം സംഘടിപ്പിക്കുന്നത്. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഷൊർണൂർ BRC അധ്യാപക സംഗമം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള സമഗ്രമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലേക്കുള്ള പുസ്തകങ്ങൾ ഇപ്പൊ തന്നെ കുട്ടികളുടെ കയ്യിലെത്തി. ഒരുപക്ഷെ 9 വർഷങ്ങൾക്ക് മുമ്പാണ് സ്കൂൾ തുറന്ന് 2 മാസം കഴിഞ്ഞ് പുസ്തകം കിട്ടാത്ത പ്രശ്നങ്ങൾ നമുക്ക് കേരളത്തിലുണ്ടായി. അവിടെ നിന്നാണ് നമ്മൾ മാറി. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. AEO BT ബിന്ദു സ്വാഗതം പറഞ്ഞു. സെന്റ് തെരേസ് സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ബ്ലൂബെൽ തോമസ്, പ്രിൻസിപ്പാൾ D സിമി, ഷൊർണൂർ BPC K വേണു തുടങ്ങിയവർ സംസാരിച്ചു. 5 ദിവസങ്ങളിൽ സെന്റ് തെരേസ് സ്കൂളിലാണ് അധ്യാപക സംഗമം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പറളി ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ സമീപത്തെ മതിലിന്റെ മടയിൽ കയറിക്കൂടിയ മലമ്പാമ്പിനെ
നീണ്ട പരിശ്രമത്തിനൊടുവിൽ അതിസാഹസികമായി രക്ഷപ്പെടുത്തി. പാമ്പ് ഇര പിടിച്ചതിനു ശേഷം മതിലിനകത്ത് കയറിക്കൂടിയതാണ് 3.5 മണിക്കൂർ പരിശ്രമത്തിന് ശേഷം പാമ്പിനെ രക്ഷപ്പെടുത്താൻ സാഹചര്യമായത്. മണ്ണൂർ നഗരിപ്പുറം സ്വദേശിയും പാമ്പ് പിടിക്കാനുള്ള ലൈസൻസും ഉള്ള ഡിഫൻസ് വാർഡൻ വിജയനാണ് മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ മലമ്പാമ്പിനെ രക്ഷപ്പെടുത്തിയത്. സമീപത്തെ നിവാസികളും സഹായിക്കാനെത്തി. പെരുച്ചാഴിയെ അകത്താക്കി മതിലിനോടുള്ള ദ്വാരത്തിനകത്ത് കയറി കിടക്കുകയായിരുന്നു പാമ്പ്. 11 കിലോ ഭാരമുണ്ട്. സഹായത്തിനായി RRTയെ വിളിച്ചെങ്കിലും അവർ സ്ഥലത്തില്ലായിരുന്നു. വിജയൻ തന്നെ പിടികൂടി ചാക്കിലാക്കി മുണ്ടൂരിലെ RRTക്ക് കൈമാറി. പാലക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂവിൽ ഡിഫൻസ് വാർഡനാണ് വിജയൻ. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പട്ടാമ്പിയിലെത്തുന്നവരെ വർണ്ണപ്പകിട്ടോടെ വരവേൽക്കുകയാണ് ചിത്രമതിലുകളും ചുമരുകളും. തനതു കലാരൂപങ്ങളും ബോധവൽക്കരണ സന്ദേശങ്ങളുമെല്ലാം ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നഗരസഭ സൃഷ്ടിച്ചതാണ് ഈ മനോഹാരിത. പട്ടാമ്പി നഗരത്തിലെത്തുന്നവരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ സ്വീകരിക്കുകയാണ് പാതയോരങ്ങളിലെ മതിലുകളും ചുമരുകളും. പട്ടാമ്പി നഗരസഭയുടെ പകിട്ടോടെ പട്ടാമ്പി പദ്ധതിയുടെ ഭാഗമായാണ് നഗരത്തിൽ മനോഹര ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. തനത് കലാരൂപങ്ങളും കൗതുക ചിത്രങ്ങളുമാണ് ഇടം പിടിക്കുന്നത്. ഒപ്പം മാലിന്യ സംസ്കരണത്തെയും ജലം വായു സംരക്ഷണത്തെയും കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് പരിപാടി. നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ശുചീകരിച്ചുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു തനത് കലാരൂപങ്ങളും അതുപോലെ തന്നെ മനോഹരമായ ചുമര് ചിത്രങ്ങളും ഒക്കെ പട്ടാമ്പി നഗരത്തിലും സ്ഥാപിക്കാനും അതുവഴി പട്ടാമ്പിയെ നോക്കി കാണുമ്പോൾ വളരെ മനോഹരമായ രീതിയിലുള്ളൊരു പട്ടാമ്പി എന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തിയുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിൽ, സർക്കാർ സ്ഥാപനങ്ങളുടെ മതിലുകൾ, ചുമരുകൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിലായാണ് കണ്ണിന് കാഴ്ചവിരുന്നൊരുക്കി മനോഹരമായ ചിത്രങ്ങൾ സജ്ജമാക്കിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ദൃശ്യവിരുന്നായി മുളയൻകാവ് കാളവേല. രാത്രി 11 മണിയോടെയാണ് കാളപ്രദക്ഷിണം ആരംഭിച്ചത്. പുറമത്ര ദേശം വകയായിരുന്നു ഇത്തവണ വലിയ കാളവേല. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെ കാളവേല കൊട്ടിയറിയിച്ചു. വൈകിട്ട് സംഗീതാർച്ചന, ഡബിൾ തായമ്പക എന്നിവയ്ക്ക് ശേഷം രാത്രി 11 മണിയോടെ കാളപ്രദക്ഷിണം ആരംഭിച്ചു. അടിയന്തരക്കാർ, പാലക്കുറിശി നായർ, വെളിച്ചപ്പാടുമാർ, വിവിധ ദേശപ്രതിനിധികൾ എന്നിവരുടെ അകമ്പടിയോടുകൂടിയായിരുന്നു കാളകളുടെ പ്രദക്ഷിണം. മുളയങ്കാവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷമാണ് കാളവേല. വർണ്ണ വെളിച്ചങ്ങളുടെ അകമ്പടിയിൽ കാളവേല ദൃശ്യവിരുന്നായി. കാളയിറക്കത്തിന് ശേഷം രാവണവധത്തോടെ തോൽപ്പാവക്കൂത്തിനും സമാപനമായി. ഇന്നാണ് പൂരം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അപൂർവ അമ്പലങ്ങളിൽ മാത്രം നടത്തുന്ന ചന്ദ്രപൊങ്കാല മഹോത്സവത്തിന് മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രം വേദിയായി. മേടമാസത്തിലെ പൗർണമി നാളിൽ ഉദിച്ചുയരുന്ന ചന്ദ്രനെ കൈകൂപ്പി തൊഴുതിനു ശേഷം വൈകിട്ട് 6 മണിക്കാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത്. ക്ഷേത്രം ശാന്തി രാജീവ് പൂജ ചെയ്ത ശേഷം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിനീത വിജീഷ് നിലവിളക്ക് കൊളുത്തി. 100 കണക്കിന് സ്ത്രീകൾ തയ്യാറാക്കിയ അടുപ്പിലേക്ക് പിന്നീട് തീ പകർന്നതോടെ ചന്ദ്രപൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. മൺകുടുക്കയിൽ വെള്ളവും ഉണങ്ങലരിയും തിളപ്പിച്ച് ആദ്യം വരുന്ന പത പുറത്തുപോയാൽ 1 വർഷത്തെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞു എന്നാണ് ഐതിഹ്യം. ഇതോടെ കൈകൂപ്പി നിന്ന് നാമജപം ഉച്ചത്തിൽ ചൊല്ലും. ശർക്കരയും നെയ്യും മറ്റു സാമഗ്രികൾ വേവിച്ചതിനു ശേഷം വീട്ടിലേക്ക് ഓരോ ഭക്തരും പായസം കൊണ്ടുപോകും. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ്, ക്ഷേത്രസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
പിരായിരി കല്ലേക്കാട് കിഴക്കഞ്ചേരി കാവിലെ പ്രതിഷ്ഠാദിന മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. സ്വാമി കൃഷ്ണാനന്ദജിയുടെ കാർമ്മികത്വത്തിൽ നടന്ന സർവ്വ ഐശ്വര്യ പൂജയ്ക്ക് നിരവധി പേർ പങ്കെടുത്തു. STV വാർത്ത തുണച്ചു. അയ്യർമലയിലെ വന്യജീവികൾക്ക് ദാഹജലം എത്തിക്കാൻ പരിസ്ഥിതി പ്രവർത്തകർ രംഗത്തെത്തി. മേഖലയിലെ വന്യജീവികൾ വെള്ളം കിട്ടാതെ വലയുന്നത് കഴിഞ്ഞ ദിവസം വാർത്തയാക്കിയിരുന്നു. പ്രകൃതി സ്നേഹിയായിരുന്ന കല്ലൂർ ബാലന്റെ കുടുംബവും മറ്റ് പരിസ്ഥിതി പ്രവർത്തകരുമാണ് സന്നദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത്. കല്ലൂർ ബാലന്റെ സഹോദരൻ രവി, ബാലന്റെ മക്കളായ രാജേഷ്, രതീഷ്, രജനീഷ് എന്നിവരും പരിസ്ഥിതി പ്രവർത്തകരായ KK റഹ്മാൻ, ഷംസുദ്ദീൻ മങ്കുറിശി എന്നിവരും ചേർന്ന് ടാങ്കിൽ വെള്ളം നിറച്ച് വാഹനത്തിലെത്തിച്ച് വനമേഖലയിലെ കൽത്തൊട്ടിയിൽ വെള്ളം നിറയ്ക്കുകയായിരുന്നു. ബാലന്റെ പരിസ്ഥിതി സംരക്ഷണ പ്രവൃത്തികൾ തുടർന്നു കൊണ്ടുപോകുമെന്നും ഉത്സവവേളകളിൽ ജൈവസംഭാരം സൗജന്യമായി വിതരണം ചെയ്യുന്നത് തുടരുന്നുണ്ടെന്നും ബാലന്റെ സഹോദരൻ രവിയും മക്കളും പറഞ്ഞു. നാട്ടിലെ ഓർമ്മകളാണ് ചെടികൾ നടല് ഒരു കോടിയാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുന്നോട്ട് വയ്ക്കാൻ നമ്മൾ തയ്യാറുണ്ട്. ശ്രമിക്കാം. ബാലേട്ടൻ്റെ സൽപ്രവൃത്തി ആയിരുന്നു ഇതുവരെയും പക്ഷിമൃഗാദികൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും പാമ്പ്, കുരങ്ങ്, മയിൽ എല്ലാവർക്കും വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മുടങ്ങിക്കിടക്കായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മക്കളായിട്ടത് വീണ്ടും ചെയ്യുകയാണ്. കാരണം ബാലേട്ടൻ്റെ സൽപ്രവൃത്തി ഇനിയും തുടരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈകൾ നട്ട് കല്ലൂർ ബാലൻ അനുസ്മരണ ദിനമായി ആചരിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകരായ KK റഹ്മാൻ, ഷംസുദ്ദീൻ മാങ്കുറിശി എന്നിവർ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടി ഒന്നുകൂടി ആലോചിച്ചിട്ട് വീണ്ടും ഈ സംവിധാനം പുനർവഹിക്കുമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദൈവം തമ്പുരാൻ ശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബാലേട്ടൻ്റെ ഓർമ്മകൾ ഓർത്തുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സദനം അക്കാദമി പ്രിൻസിപ്പാളും ചെണ്ടമേള വിദഗ്ധനുമായ സദനം ഗോപാലകൃഷ്ണനെ ആദരിക്കാൻ ജന്മനാട് ഒരുങ്ങുന്നു. വന്ദേ ഗോപാലം എന്ന പേരിൽ മെയ് 17 ശനിയാഴ്ച സദനം കുമാരൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 64 വയസ്സായ സദനം ഗോപാലകൃഷ്ണൻ 1000-ലേറെ ശിഷ്യന്മാരെ വാർത്തെടുത്തിട്ടുണ്ട്. ഒട്ടേറെ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച പരിപാടികൾ അവതരിപ്പിച്ചു. സ്വദേശത്തും വിദേശത്തു നിന്നുമായി നിരവധി പുരസ്കാരങ്ങളും തേടിയെത്തി. ശിഷ്യന്മാരും കലാകാരന്മാരും നാട്ടുകാരും ചേർന്നാണ് അദ്ദേഹത്തിനെ ആദരിക്കുന്നത്. സദനം നാട്യഗൃഹത്തിൽ വച്ച് രാവിലെ 10 കൊട്ടിയറിയിക്കലോടെ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് 10:30 സംഗീത സമന്വയം, ഉച്ചയ്ക്ക് 12 കുടുക്കവീണ കച്ചേരി, ഉച്ചയ്ക്ക് 1 മോഹിനിയാട്ടം, 2 ഇടയ്ക്ക വിസ്മയം, തുടർന്ന് ഗുരുവന്ദനം എന്നിവയുമുണ്ടാകും. വൈകിട്ട് 4 സദനം ജ്യോതിഷ് ബാബുവിന്റെ പ്രാർത്ഥനയോടെ നടക്കുന്ന സമാദരണ സമ്മേളനം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്യും. അന്നത്തെ ദിവസത്തെ പ്രോഗ്രാംസിന്റെ ഡീറ്റെയിൽ ആണ്. രാവിലെ 10 മണിക്ക് തുടങ്ങി കേളി, സംഗീത സമന്വയം, കുടുക്കവീണ കച്ചേരി, മോഹിനിയാട്ടം, ഇടയ്ക്ക വിസ്മയം, അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള സദ്യ, വൈകുന്നേരം ദക്ഷയാഗം കഥകളിയോടുകൂടി പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടി സഹൃദയരായിട്ടുള്ള കലാസ്വാദകരും ശിഷ്യരും അതുപോലെ വാദ്യപ്രേമികളും നാട്ടുകാരും എല്ലാവരും ചേർന്നിട്ടാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടുന്നത്. ഡോക്ടർ സദനം ഹരികുമാർ അധ്യക്ഷത വഹിക്കും. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ സദനം ബാലകൃഷ്ണൻ, VK ശ്രീകണ്ഠൻ MP, അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA, ഡോക്ടർ PK മാധവൻ എന്നിവർ ചേർന്ന് ദീപപ്രജ്വലനം നടത്തും. VK ശ്രീകണ്ഠൻ MP സദനം ഗോപാലകൃഷ്ണനെ അംഗവസ്ത്രം അണിയിക്കും. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA പുഷ്പഹാര സമർപ്പണം നടത്തും. കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ സുവർണഹാരം അണിയിക്കും. മണ്ണൂർ രാജകുമാരനുണ്ണി മംഗളപത്ര സമർപ്പണം നിർവഹിക്കും. അപ്പുകുട്ടൻ സ്വരളയ ശിരോലങ്കാര സമർപ്പണവും നടത്തും. സദനം വാസുദേവൻ കീർത്തിഫലകം സമ്മാനിക്കും. തുടർന്ന് സദനം ഗോപാലകൃഷ്ണൻ മറുപടി പ്രസംഗം നടത്തും. നിരവധി ചെണ്ടവാദ്യ കലാകാരന്മാർ പങ്കെടുക്കും. രാത്രി ദക്ഷയാഗം കഥകളി ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് സദ്യയും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അന്നേ ദിവസം പ്രോഗ്രാമായിട്ട് 10 മണിക്ക് കേളി, അത് കഴിഞ്ഞ സംഗീത സമന്വയം, അത് കഴിഞ്ഞാൽ കുടുക്കവീണ കച്ചേരി, അത് കഴിഞ്ഞാൽ മോഹിനിയാട്ടം, അത് കഴിഞ്ഞാൽ ഇടയ്ക്ക വിസ്മയം, അത് കഴിഞ്ഞാൽ കഥകളി, രക്ഷാകം കഥകളി. അന്നേ ദിവസം ഉച്ചയ്ക്ക് ആശാന്റെ പിറന്നാൾ സദ്യയും നടക്കുന്നുണ്ട്. എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാവണം. സദനം രാമകൃഷ്ണൻ, സദനം അജിത് പ്രസാദ്, സദനം വിനോദ്,
സദനം ജ്യോതിഷ് ബാബു, സദനം ജിതിൻ, കലാമണ്ഡലം മുകേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മറ്റൊലി. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് മുൻ നായകൻ വിരാട് കോഹ്ലി അപ്രതീക്ഷിത വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. രോഹിത്തിന് പിറകെ കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിനോട് വിട പറയുമ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിനെ എങ്ങനെ ബാധിക്കും? മാറ്റൊലിയിലേക്ക്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരുമിച്ച് ഒരു പടിയിറക്കമാണ് ഇന്ത്യൻ ക്രിക്കറ്റിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടറിഞ്ഞൊരു വാർത്ത. രണ്ടുപേരും ഇന്ത്യയുടെ വളരെ വലിയ അറിയപ്പെടുന്ന കളിക്കാരാണ്. ലോകത്തിൻ്റെ നിറയിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിനെ കൊണ്ടുപോയി എത്തിച്ച രണ്ടുപേരാണ് ഒരു വിരാട് കോഹ്ലിയും അതുപോലെ തന്നെ രോഹിത് ശർമ്മയും. രണ്ടുപേരുടെ പടിയിറക്കം അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുണ്ടാക്കുന്ന ഒരു മാറ്റം അത് വളരെ വലുതാകും. പ്രത്യേകിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നടക്കം വിരാട് കോഹ്ലി പോയതിനു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നമുക്കൊപ്പം തന്നെ തലമുറയുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും പരിചയസമ്പന്നമായ ഒരു കളിക്കാരുടെ അഭാവം അത് ടെസ്റ്റ് ക്രിക്കറ്റിനെ ബാധിക്കുമോ എന്നുള്ളൊരു ആശങ്കയും എനിക്കുണ്ട്. അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ഫോമിലേക്ക് രോഹിത് ശർമ്മ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വെടിക്കെട്ട് പൂരമാണ് രോഹിത് ശർമ്മ നടത്താറുള്ളത്. അപ്പോൾ രണ്ടുപേരുടെ പടിയിറക്കവും ഇന്ത്യ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടമാണ്. ഇനി പ്രധാന വാർത്തകൾ വീണ്ടും. വാക്കും പ്രവൃത്തിയും രണ്ടായാൽ ചെങ്കൊടി പ്രസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാതാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. IAS IPS ബ്യൂറോക്രസിയുടെ തല വളരുമ്പോൾ ജനമെന്ന ഉടൽ ശോഷിക്കുന്നു. പാലക്കാട്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സമ്മേളനം. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃമാറ്റത്തിൽ പരിഹാസവുമായി ബിനോയ് വിശ്വം. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ടുമാത്രം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. സേവ് CPI രാഷ്ട്രീയ തമാശയെന്നും ബിനോയ് വിശ്വം. 4.68 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു കഴിഞ്ഞതായി മന്ത്രി GR അനിൽ. കർഷകർക്ക് തുക നൽകാൻ തടസ്സമാകുന്നത് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നതിലെ കാലതാമസം. നെല്ലറയിൽ ഒന്നാം വിളയൊരുക്കം പ്രതിസന്ധിയിൽ. നെല്ലിന്റെ സംഭരണ വില ലഭിക്കാത്തത് സാമ്പത്തിക തിരിച്ചടിയായി. കാലവർഷം നേരത്തെ എത്തുമെന്ന പ്രവചനം കൂടിയെത്തിയതോടെ കാർഷിക മേഖലയിൽ മ്ലാനത. കാഴ്ചവിരുന്നായി മുളയങ്കാവ് കാളവേല. ദൃശ്യവിസ്മയം ആസ്വദിക്കാനെത്തിയത് ആയിരങ്ങൾ. അപൂർവതയായി ഇരുനിലംകോട് ചന്ദ്ര പൊങ്കാല. നിറനിലാവിൽ പൊങ്കാലയർപ്പിച്ച വിശ്വാസികൾക്ക് ആത്മസായുജ്യം. ഭാരതപ്പുഴയിലെ പറളി തടയണയിൽ വെള്ളത്തിന് നിറം മാറ്റവും ദുർഗന്ധവും. പഞ്ചായത്തിലെ മിക്ക പ്രദേശങ്ങളിലേക്കും കുടിവെള്ള വിതരണം തടയണയിൽ നിന്ന്. അഴുക്കുവെള്ളം വിതരണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധവുമായി BJP. പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും BJP മെമ്പർമാർ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ്. കുളച്ചണ്ടി ചീഞ്ഞ് താഴ്ന്നതാണ് ദുർഗന്ധത്തിന് കാരണമെന്ന് പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചെന്നും അധികൃതർ. ദേശീയ പണിമുടക്ക് തൊഴിലാളികളുടെ നിലനിൽപ്പിന്റെ ഭാഗമാണെന്ന് മുൻ മന്ത്രി AK ബാലൻ. ഗ്രാമീണ മേഖല തകർന്നടിയുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം മുതലാളിത്ത വളർച്ച. പാലക്കാട്ട് കേരള ഖാദി ബോർഡ് എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം. കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായർക്ക് പിന്നാലെ VR കൃഷ്ണൻ എഴുത്തച്ഛനെയും ഏറ്റെടുക്കാനുള്ള നീക്കവുമായി BJP. VR കൃഷ്ണൻ എഴുത്തച്ഛൻ്റെ 21ാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ തൃശൂർ അവണിശ്ശേരിയിലെ വീട്ടിൽ BJP അനുസ്മരണ പരിപാടി നടത്തി. മരണം വരെ കോൺഗ്രസുകാരനായിരുന്ന കൃഷ്ണൻ എഴുത്തച്ഛനെ BJP അനുസ്മരിച്ചത് മകൻ BJPയിൽ ചേർന്നതിൻ്റെ ചുവട് പിടിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.